മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ കെ നട്വർ സിംഗ് അന്തരിച്ചു. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 2 ആഴ്ചയോളമായി അദ്ദേഹം ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. നട്വർ സിംഗിന്റെ മരണത്തോടെ നയതന്ത്ര ലോകത്തിനും വിദേശ നയത്തിനും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയെ നഷ്ടമായി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചത്. 1931 രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിലായിരുന്നു നട്വർ സിംഗിന്റെ ജനനം. ഭാരതത്തിലെ അടിയന്തരാവസ്ഥക്കാലത്ത് ബ്രിട്ടനിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഭരണകാലത്ത് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി. IFSൽ നിന്നും നേരത്തെ വിരമിച്ചാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് നട്വർ സിംഗ് എത്തുന്നത്. രാജീവ് ഗാന്ധി സർക്കാരിൽ ആദ്യം ഇരുമ്പുരുക്ക്, ഖനി, കാർഷിക വകുപ്പ് മന്ത്രിയായും പിന്നീട് വിദേശകാര്യ സഹമന്ത്രിയായും പ്രവർത്തിച്ചു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അകന്ന അദ്ദേഹം AD തിവാരി, അർജുൻ സിംഗ് എന്നിവരോടൊപ്പം ഓൾ ഇന്ത്യ ഇന്ദിരാ കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. എന്നാൽ വീണ്ടും മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തി. ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായെങ്കിലും ഭക്ഷ്യ എണ്ണ കുംഭകോണത്തിൽ സ്വന്തം മകന്റെ പേര് കൂടി ഉൾപ്പെട്ടതോടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്നു. 2014 പ്രസിദ്ധീകരിച്ച ആത്മകഥ വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് നിരവധി ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. 1984 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.